ബിബിനച്ചൻ തന്റെ പുത്തൻ കുർബാനയ്ക്ക് ശേഷം നടത്തിയ നന്ദിപ്രസംഗത്തിൽ നിന്ന്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇതുപോലെ ഒരു സന്ധ്യാസമയത്താണ് ഒരിക്കൽ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു, എനിക്ക് ആശ്രമത്തിൽ പോകണം. പപ്പ പറഞ്ഞു, 2 വട്ടം നീ ചിന്തിക്കണം. 2 വട്ടം ചിന്തിച്ചതിന് ശേഷമേ ആശ്രമത്തിലേക്കോ സെമിനാരിയിലേക്കോ പോകുവാനുള്ള തീരുമാനം നീ എടുക്കാവൂ. എന്നിട്ട് എനിക്ക് 10 ദിവസം സമയം തന്നു ആലോചിക്കാൻ. 10ാം ദിവസത്തിന് ഞാൻ കാത്തു നിൽക്കാതെ ബഹുമാനപ്പെട്ട ബോണിയച്ചനോടൊപ്പം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അങ്ങനെയാണ് ഞാൻ ഈ ആശ്രമ ജീവിതം തുടങ്ങുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു കുറവ് ഇവിടെയുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു അവസരത്തിൽ മാത്രമാണ് ഉള്ളത്. ആ ജീവിതം മുഴുവൻ നിറവുകളാക്കുവാനുള്ള പ്രയത്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ആ കുറവ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ളത്. പത്തനംതിട്ടയുടെ പ്രഥമ അധ്യക്ഷൻ അഭിവന്യ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റം പിതാവേ, പരിബഹുമാനപ്പെട്ട ജനറാളച്ച, പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, വൈദികരെ, കൗൺസിലേഴ്സ്, വികാരി ജനറാളച്ചന്മാരെ, ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങളെ, മാതാപിതാക്കളെ, ഒരു സുദീർഘമായ നന്ദി പറച്ചിലാകുമോ എന്നതിൽ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റുകയില്ല. കാരണം ജീവിതം മുഴുവൻ നന്ദിയായിട്ട് തീർന്ന ഒരു മനുഷ്യന് അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞാലൊട്ട് തീരുകയുമില്ല. മഹാകാരുണ്യവാനായ ദൈവം എൻ്റെ അയോഗ്യതകളെ ഒന്നും പരിഗണിക്കാതെ ഇന്ന് ഈ ഒരു നിമിഷം എന്നെ ഒരു വൈദികനായി ഉയർത്തി ജനങ്ങളെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും എന്നെ യോഗ്യനാക്കിയ പരമകാരുണ്യവാനായ ദൈവത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹ, എത്ര പേർക്ക് തോമാസ് ലീഹായുടെ വലിയൊരു സാന്നിധ്യമുള്ള ഒരു ദേവാലയമാണ് ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഈ ദേവാലയ പണിയിൽ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ദേവാലയം പണിയുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകളുടെ സമയത്ത് അത്ഭുതകരമായിട്ട് ഈ ദേവാലയ പണിയെ മുൻപോട്ട് കൊണ്ടുപോയ വിശുദ്ധൻ്റെ സാന്നിധ്യമുള്ള, തോമാസ് ലീഹയുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിലാണ്. എനിക്കുറപ്പുണ്ട് ഈ ജീവിതം മുഴുവൻ തോമാസ് ലീഹയുടെ വലിയൊരു സാന്നിധ്യവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ തോമാസ് ലീഹായോടും തോമാസ് ലീഹായോടുള്ള എൻ്റെ മാധ്യസ്ഥവും എൻ്റെ ജീവിതകാലം മുഴുവനുണ്ടാകും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും അത്യഭിമന്യ മോറിൻമർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയുടെ തൃക്കയ്യാലാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഞാൻ നടന്നെടുത്തത്. അഭിമന്യ പിതാവിനോടുള്ള ഹൃദയപൂർവമായ നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട രൂപതാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറേനിയോസ് പിതാവാണ് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ എന്നോടൊപ്പം ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തത്. ഒരു പിതാവിൻ്റെ അടുത്ത വാത്സല്യം കൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും കുടുംബത്തിന് ഒരു കുറവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളോട് കൃത്യമായി ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെയൊക്കെ നേരിട്ട് അറിയുകയും ബലപ്പെടുത്തുകയും ചെയ്ത പിതൃവാത്സല്യത്തോടെ ഇന്ന് വരെ ഞങ്ങളെ കരുതിയ ഏറ്റവും അഭിമന്യ ഐറേനിയോസ് പിതാവിനോടുള്ള കുടുംബത്തിൻ്റെയും ഈ ഇടവ സമൂഹത്തിനെ മുഴുവൻ നന്ദി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അറിയിക്കുകയാണ്. പത്തനംതിട്ടയുടെ പ്രഥമ അധ്യക്ഷൻ അഭിമന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു. പിതാവ് അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് ഞാൻ ആശ്രമത്തിൽ ചേരുന്നത്. ആ സമയത്ത് പള്ളികൂദാശയൊക്കെ കഴിഞ്ഞ് ആരാകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, തീരുമാനിക്കുമ്പോൾ എൻ്റെ അടുത്തും കൂടെ പറയണം. തീരുമാനിച്ചു കഴിഞ്ഞ് ഞാൻ പിതാവിനെ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പിതാവിനോട് ചോദിച്ചു, തീരുമാനം എന്നെ അറിയിച്ചില്ലല്ലോ, കാരണം ഞാൻ അതിനു മുൻപേ ആശ്രമത്തിൽ ചേർന്ന് കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എന്ന് കണ്ടാലും ആശ്രമത്തിലെ എല്ലാവർക്കും സുഖമാണോ, എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വിശദമായിട്ട് കാര്യങ്ങളെയൊക്കെ നോക്കുന്ന പരിശുദ്ധ പിതാവിനെ, അഭിമന്യ പിതാവിനെയാണ് കാണുവാൻ സാധിച്ചത്. ഇന്നിവിടെ ആയിരുന്നപ്പോഴും തിരക്കുള്ള സമയത്തും എന്നോട് വരാമെന്ന് ഉറപ്പ് പറഞ്ഞ് ഇവിടെ വന്നു പോയ മഹത് വ്യക്തിത്വമാണ് അഭിമന്യ പിതാവ്. പിതാവിനോടുള്ള
ഏറ്റവും ഹൃദയപൂർവ്വമായ പ്രാർത്ഥനാപൂർവമായ നന്ദി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അഭിമന്യ പിതാവിന് അറിയിച്ചു കൊള്ളുന്നു. ഞാനായിരിക്കുന്നത് ബഥനി ആശ്രമത്തിലാണ്. ധന്യൻ മാറിവാനിസ് പിതാവിനാൽ സ്ഥാപിതമായ ബഥനി ആശ്രമമാണ് ഒരു പുരോഹിതനാകണം എന്നുള്ള എൻ്റെ സ്വപ്നത്തിന്, ഒരു സന്യാസ പുരോഹിതനാകണമെന്നുള്ള ശ്രേഷ്ഠ പദവിയിലേക്ക് ചിറകുകൾ നൽകിയതും അതിനെ ബലപ്പെടുത്തിയതും. അതിൻ്റെ അധ്യക്ഷനായ പെരിയ ബഹുമാനപ്പെട്ട ഗീവർഗീസ് കുറ്റിയിലച്ചൻ ഇവിടെയുണ്ട്. ഞാൻ ചേർന്ന കാലം മുതൽ, പിച്ച വെച്ച് തുടങ്ങുന്ന കാലം മുതൽ എന്നെ അടുത്തറിയാവുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഞങ്ങൾ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യം. ഞങ്ങൾ പൂനെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങളിലേക്ക് അധ്യക്ഷനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ നടത്തിപ്പിന് അദ്ദേഹം കാരണഭൂതനായെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ കുടുംബത്തിലൊരു കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വേദനയുണ്ടെങ്കിൽ അവയെ ചേർത്ത് നിർത്തി നമ്മളെ സമാശ്വസിപ്പിക്കുവാനും നമ്മുടെ കരങ്ങളെ പിടിച്ച് ബലപ്പെടുത്തുന്ന സാന്നിധ്യമാകുവാനും ഒരാളുണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല. ഇന്നത്തെ ഈ ഒരു നിമിഷം എന്നോടൊപ്പം ആയിരിക്കുകയും എൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിക്കുകയും ചെയ്ത പെരിയബാനപ്പെട്ട ജനറാളച്ചന് ഏറ്റവും ഹൃദയപൂർവ്വമായ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ ഈ ഇടവകയ്ക്ക് ഒരു നിത്യ മിഷണറി ഉണ്ട്. ഞാൻ എന്നും വന്നാലും ഇനി ഞങ്ങളിവിടെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്, ബഹുമാനപ്പെട്ട സ്കോളാസ്റ്റിക്ക സിസ്റ്റർ. ഞാൻ സ്കോളാസ്റ്റിക്ക അമ്മയെന്നാണ് വിളിക്കാറുള്ളത്. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എല്ലാ വർഷങ്ങളിലും ക്രിസ്മസിന് എനിക്കൊരു ലെറ്റർ വരും. മോനെ സുഖമാണോ, പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്, നല്ലൊരു വൈദികനാകണം, നല്ല സന്യാസ പുരോഹിതനായിട്ട് കുർബാന അർപ്പിക്കണം. എല്ലാ വർഷവും ഒന്നും മുടങ്ങാതെ ലെറ്ററുകളിലൂടെയും ക്രിസ്മസ് കാർഡുകളിലൂടെയും പ്രാർത്ഥനകൾ നേരുകയും എൻ്റെ ഭവനത്തിലൊരു ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർ ഓടി വന്ന് പ്രാർത്ഥിക്കുകയും ബലപ്പെടുത്തുകയും, ഞാനിവിടെ അവധിക്കൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചു നിർത്തി വിശേഷങ്ങൾ അനവധിയായിട്ട് ചോദിക്കും. വരുന്ന അച്ഛന്മാരോടെല്ലാം എൻ്റെ ഒരു മകന് ആശ്രമത്തിലുണ്ട്, ആ മകന് ഇപ്പോൾ എങ്ങനെയുണ്ട്, പൂനെയിലാണെങ്കിൽ പൂനെയിലെ അച്ഛന്മാരോടൊക്കെ പറയും എൻ്റെ മകനുണ്ട്, ആ മകനെ ഒന്ന് പറയണം, ഞാൻ തിരക്കിയെന്ന് പറയണം, വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് വളരെ തീക്ഷ്ണമായിട്ട് എൻ്റെ ദൈവവിളിയെ എൻ്റെ പിറകെ നടന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉയർത്തിയ ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സ്കോളാസ്റ്റിക്കാമ്മ. സ്കോളാസ്റ്റിക്കാമ്മയോട് നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല. ഈ ഒരു നിമിഷം പ്രാർത്ഥനയോടെ ബലിപീഠത്തിൽ ഓർമ്മിക്കുമെന്ന വാഗ്ദാനം മാത്രമേ എനിക്ക് തരുവാൻ സ്കോളാസ്റ്റമിക്കുള്ളൂ. അമ്മയ്ക്ക് ഏറ്റവും ഹൃദയപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട സിജോ അച്ഛൻ. ഞാൻ ഇടയ്ക്ക് അമ്മയോട് പറയും, ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്താ, സിജോ അച്ഛൻ അവിടെ ഉണ്ടല്ലോ. കാരണം ചില സമയത്ത് ഞാൻ പറയും, എൻ്റെ അതേ സ്ഥാനം എൻ്റെ വീട്ടിൽ ഏറ്റെടുത്തുകൊണ്ട് അച്ഛന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ഓടി നടന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും തൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് യാതൊരു കുറവും വരാതെ ഈ ഒരു ദിവസത്തെ മനോഹരമാക്കണമെന്ന് വളരെ വാശിയേറിയ ഒരു മനോഭാവം എടുത്ത ആളാണ് ബഹുമാനപ്പെട്ട സിജോ അച്ഛൻ. സിജോ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും എൻ്റെ ഭവനത്തോടും എന്നോടും ഈ ഇടവകയോടും ഇടവകയ്ക്കൊരു കൃപയായിട്ട് അച്ഛനോടെ ആയിരിക്കുമ്പോൾ മോശയെ സഹായിക്കാൻ അഹറോനെ വിട്ടതുപോലെയാണ് എനിക്ക് അച്ഛനെ കാണുവാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട സിജോ അച്ഛനോടും അസോസിയേറ്റ് വികാരിയായിരിക്കുന്ന ടോഷച്ചനോടുമുള്ള ഏറ്റവും ഹൃദയപൂർവ്വമായ നന്ദി എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ അറിയിക്കുകയാണ്. ഇന്നീ ഒരു ദിവസത്തെ മനോഹരമാക്കുവാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങിയ എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. പൂർണ്ണവിളയിൽ കുടുംബാംഗങ്ങളും, മുരുപ്പേൽ പുത്തൻവിള കുടുംബാംഗങ്ങളും, കിഴക്കേക്കർ കുടുംബാംഗങ്ങളും, മണ്ണിൽ കുടുംബാംഗങ്ങളും, പതാലിൽ കുടുംബാംഗങ്ങളും, ചെറുകുന്നത്ത് കുടുംബാംഗങ്ങളും, രാമനാട്ടുകാർ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് എൻ്റെ അപ്പൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു കുറവും വരാതെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിലൊന്നും ശ്രദ്ധ വയ്ക്കണ്ട, കുർബാനയിൽ മാത്രം ശ്രദ്ധിക്കുക.
എൻ്റെ ഏറ്റവും വലിയ ബലവും എൻ്റെ ഈ കുടുംബാംഗങ്ങൾ തന്നെയാണ്. രാവും പകലുമില്ലാതെ ഒരു കാലഘട്ടത്തിൽ വളരെ വിദൂരത്തിലായിരുന്ന സമയത്ത് തിരികെ സ്വന്തം നാട്ടിലേക്ക് വന്ന് അവിടെ ഒരു ഭവനം വെച്ച് കുടുംബത്തിനിടയിൽ കഴിയുവാൻ സാധിച്ചത് സ്നേഹപൂർവമായ ഈ കുടുംബാംഗങ്ങളുടെ സഹകരണം കൊണ്ടാണ്. അവരെ മറന്നു പോകുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നന്ദികേടായിട്ട് തോന്നും. ചെറുകുന്നത്ത് കുടുംബാംഗമായ ബഹുമാനപ്പെട്ട റോബിനച്ചായൻ ഇവിടെ ഉണ്ട്. ഞാൻ റോബിനച്ചായൻ തന്നെയാണ് വിളിക്കുക. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ വല്യമ്മച്ചി എപ്പോഴും പറയും റോബിൻ പീറ്റർ, അങ്ങനെ അമ്മച്ചി പറയുക. റോബിൻ പീറ്റർ നമ്മുടെ ആളാണ്, നമ്മുടെ ചെറുകുന്നത്ത് നിന്ന് പോയ ആളാണ്. റോബിനച്ചായൻ ഇന്ന് ഇവിടെ വരികയും ഈ ഒരു ദിവസത്തിൽ ഈ ഇടവകയോടുകൂടി സന്തോഷിക്കുകയും എൻ്റെ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുക ചെയ്ത റോബിനച്ചായനോടുമുള്ള ഏറ്റവും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ പൂങ്കാവ്, കിടവള്ളൂർ, വലഞ്ചുഴി, ഞങ്ങൾ ഈ ത്രിമൂർത്തികളായിട്ട് പല കാര്യങ്ങളിലും ഒരുമിച്ച് ഒരേ മനസ്സോടെ വർത്തിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ 3 ഇടവകകളാണ്. ഇന്ന് ഈ ഒരു നിമിഷം ഈ സമീപ ഇടവകകളിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയും ദേവാലയത്തിനോടുള്ള സ്നേഹത്തെ പ്രതിയും ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി എൻ്റെയും ഇടവകയുടെയും പേരിൽ നിങ്ങൾക്ക് ഏവർക്കും നൽകുകയാണ്. അവസാനമായിട്ട് എന്നെ ഒരുക്കി ഈ ഒരു വിളിയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അപ്പനും അമ്മയും അമ്മച്ചിയും സഹോദരന്മാരുമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നേരത്തേക്ക് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ദൈവം മനുഷ്യന് ചിറകുകൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഇടത്തും വലത്തും നിൽക്കുവാൻ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ആശ്രമത്തിൽ ചേരുന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചു പോയി, തെറ്റായിപ്പോയ ഒരു തീരുമാനമാണ്. കാരണം ഭവനത്തിനെ നോക്കുവാൻ മൂത്ത മകനായ എനിക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, അല്ലെങ്കിൽ ഞാനാണ് അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 21-ാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ ഭാരം അപ്പനെ സഹായിക്കാനുള്ള ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് കരകയറിപ്പോയ എൻ്റെ 2ാമത്തെ സഹോദരൻ, പിന്നെയുള്ള എൻ്റെ 3ാമത്തെ സഹോദരൻ. ഞാൻ എന്നും പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയും, എൻ്റെ ചിറകായിട്ട് എൻ്റെ ഇടത്തും വലത്തും അവരെ നിൽക്കും. ഒരു കാര്യം തീരുമാനമെടുക്കണമെങ്കിൽ അതിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയണമെന്ന് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന കാര്യം. എന്നാലും ഇവർ 2 പേരും എന്നെ വിളിച്ച് ചോദിക്കുക, അച്ചച്ച ഇതെങ്ങനെ ചെയ്യണ്ടേ? ഞാൻ പറയും, നിങ്ങൾക്കതറിയത്തില്ലേ? എന്നല്ല അച്ചച്ചൻ പറ. ഈ സഹോദരങ്ങൾ, ഞാൻ പറയും, ജീവിതത്തിൽ അപ്പനും അമ്മയും എനിക്ക് തന്ന അനുഗ്രഹമാണ്. അവരോട് ഞാൻ നന്ദി പറയുകയില്ല. കാരണം ഇനിയും പറന്നു വരാൻ ആ ചിറക് എൻ്റെ കൂടെ തന്നെയുണ്ട്. പക്ഷേ അവർ കാണിച്ച സ്നേഹമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നതിന് ഏറ്റവും വലിയ കാരണം. പിന്നെ എൻ്റെ വല്യമ്മച്ചിയുണ്ട്. പഴയ കഥകൾ കേൾക്കണമെങ്കിൽ, ഉണ്ടാക്കിയ കഥകളല്ല, ജീവിതാനുഭവത്തിൻ്റെ കഥ കേൾക്കണമെങ്കിൽ അമ്മച്ചിയുടെ അടുത്ത് പോകണം. മലകളുടെയും കാട്ടാനയുടെ ആക്രമണത്തിൻ്റെയും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും നഷ്ടപ്പെടലിൻ്റെയും ഒക്കെ കഥ കേട്ട് ഇന്ന് വരെ അമ്മച്ചി ഇങ്ങനെ ബലപ്പെടുത്തുമ്പോൾ, ഇന്നിപ്പോൾ ചോദിച്ച അമ്മച്ചി പറയും, എൻ്റെ മോൻ ഇനി മെത്രാനായിട്ട് കാണണമെന്നായിരിക്കും എനിക്ക് ആഗ്രഹമെന്ന്. കാരണം അമ്മച്ചിക്ക് മുന്നോട്ടുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങും തീരുന്ന സ്വപ്നങ്ങളല്ല അമ്മച്ചിയുടേത്. അമ്മച്ചിയുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എൻ്റെ ഹൃദയത്തോളം വലിപ്പമുണ്ടെന്ന് ഞാൻ അറിയുന്നു.
എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കാത്തവരാണ്. ഒരു കാലഘട്ടത്തിൽ എന്നെ ബലപ്പെടുത്തിയതും ശക്തിപ്പെടുത്തിയതും എൻ്റെ അപ്പനും അമ്മയാണ്. ഇന്നലെ വൈകുന്നേരവും അപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ അന്ന് എന്നെ അനുഗ്രഹിക്കാൻ പറ്റിയില്ല, നാളെ ഞാൻ അൾത്താരെ കയറുമ്പോൾ അപ്പൻ എന്താ പറയാനുള്ളത്? അപ്പം അപ്പൻ പറഞ്ഞു, നീ സ്വന്തമായി സ്വമനസാലെ പോയതാണ്, അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും നീതിയുള്ളതുമായ ഒരു വൈദികനായിട്ട് വേണം ജീവിക്കാൻ. ഇത് രണ്ടിനും നിരക്കാത്ത ഒന്നും ചെയ്യരുത്. ഇത് രണ്ടുമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓർമ്മിച്ചിരിക്കുക. എൻ്റെ അമ്മ ചോദിച്ചാൽ പറഞ്ഞതുപോലെ, കുരുവളേശൻ പറഞ്ഞതുപോലെ, അപ്പനിപ്പോൾ എൻ്റെ എപ്പോഴും തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, എൻ്റെ സ്ഥാനം നിനക്കാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്കൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല, കാരണം എൻ്റെ അമ്മ എല്ലാം ചെയ്യും. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയെന്ന് എനിക്കറിയാം. ഞാൻ ആശ്രമത്തിൽ ചേരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭവനത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ ബലപ്പെടുത്തിയത് അപ്പനും അമ്മയുമാണ്. ഇറങ്ങിപ്പോയ വഴിയിൽ സന്യാസത്തിന് ഉപേക്ഷ സ്വീകരിച്ചപ്പോൾ എന്നെ കൊണ്ടുവരാൻ വന്ന ആശ്രമത്തിലെ സാജനച്ചൻ എൻ്റെ കുടുംബക്കാരോട് പറയുകയുണ്ടായി, ഇന്ന് നിങ്ങളുടെ മൂത്ത മകനെ ഞങ്ങൾ ആശ്രമത്തിൽ കൊണ്ടുപോകുക, പക്ഷേ തമ്പുരാനെ നിങ്ങൾക്ക് മൂത്ത മകൻ്റെ സ്ഥാനത്ത് തന്നിട്ടാണ് പോകുന്നത്. അത്രയും നേരം ഞാൻ ഒരു ഉത്തരമില്ലാതെ നിന്നപ്പോൾ എനിക്ക് ഉത്തരമായിട്ട് വന്നതാണ്, തമ്പുരാനാണ് ഇനി മൂത്ത മകൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക. ഇന്ന് വരെ ജീവിതത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒന്നിനോടും നോ പറയുവാൻ, സ്നേഹം കൊണ്ട് യെസ് പറയാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. കാരണം കർത്താവ് ഇന്ന് വരെ അനുഗ്രഹങ്ങളല്ലാതെ ഒന്നും ചൊരിഞ്ഞു തന്നിട്ടില്ല. അവസാനമായിട്ട് അപ്പനമ്മയ്ക്ക് ശേഷം അവസാനം ആരെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ഇന്നിവിടെ നിന്നപ്പോൾ ഞാനിങ്ങനെ ആ വശത്തേക്ക് നോക്കുവാൻ, ജോർജ് കുട്ടി അപ്പച്ചനെ എല്ലാവർക്കും അറിയാം. എന്നോട് പറയും, കടിഞ്ഞൂലൊക്കെ ദൈവത്തിനുള്ളതാ. അപ്പം എനിക്ക് അന്ന് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. ഞാനത് എന്നെ കളിയാക്കി പറയുന്നതെന്ന് വിചാരിച്ചിരുന്നു. കടിഞ്ഞൂലൊക്കെ ദൈവത്തിനുള്ളതാണെന്ന് പറഞ്ഞ് അത് പിന്നെയും പിന്നെയും പറഞ്ഞ് അതിൻ്റെ അർത്ഥം എനിക്ക് ഒരിക്കൽ പറഞ്ഞു തന്നു. മോനെ, മൂത്ത പുത്രന്മാർ ദൈവത്തിനുള്ളതാ, അപ്പം മൂത്ത പുത്രന്മാരിൽ കൂടെ ദൈവം അനുഗ്രഹിക്കും. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് അച്ഛനാവണമെന്ന് തോന്നിയത്. ആ ഭവനത്തോടും ചെറുപ്പം മുതലെല്ലാം ആ ഭവനത്തോട് ചേർന്ന് നിന്ന് അപ്പച്ചനും ഇവിടെ ഈ സന്നിധിയിലില്ല, സ്വർഗത്തിലിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും, വരാൻ സാധിക്കാതെ പോയ അനേകം ആളുകളുണ്ട്. വരണമെന്ന് ആഗ്രഹിച്ചിട്ടും തടസ്സം നേരിട്ട് ഒരുപാട്, എൻ്റെ അപ്പനെ പോലെ ഒരുപാട് പേര് ഇന്ന് ഇവിടെ വരാൻ സാധിക്കാത്തവരുണ്ടായിരുന്നു. എല്ലാവരും വിഷമത്തോടെ പ്രാർത്ഥനയെ ഓർമ്മിക്കാമെന്ന് വിഷമത്തോടെ പറഞ്ഞു വെച്ചവരുണ്ട്. ഇന്നിവിടെ വരാൻ സാധിക്കാത്ത എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഇടവക സമൂഹം എന്നെ വളർത്തിയതിനെയും ഒന്നുപോലെ നിങ്ങളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇടവക കൂട്ടായ്മ മുഴുവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാനിന്നിവിടെ ആയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അധ്യാപകർ, ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ദേവാലയത്തിലെ വിശ്രാന്തവാടി, കാലേവാടി, പൂനെയിലെ കമ്മ്യൂണിറ്റികൾ,
അവിടുന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇനി ഒരു നിമിഷം എല്ലാവരെയും നന്ദിയോടെ ഓർക്കുവാനും ഇനിയുള്ള ജീവിതത്തിൽ നന്ദിയോടെ എൻ്റെ അവസാന ശ്വാസം ബലിപീഠത്തിൽ നിന്ന് മാറുന്നത് വരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു നിമിഷത്തെ ധന്യമാക്കിയ നിങ്ങളേവർക്കും ദൈവം തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.